ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് പുതുക്കോട്ട ജില്ലയിലെ കൊടുമ്പല്ലൂർ ഗ്രാമത്തിലാണ്. കാലത്തിന്റെ ഓട്ടത്തിനൊപ്പം എത്തിച്ചേരാതെ പാതിയിലെവിടെയോ കുടുങ്ങിപ്പോയ ഒരു നാട്. വികസനം എത്തിയിട്ടില്ലെങ്കിലും പാരമ്പര്യവും പൈതൃകവും ആവശ്യത്തിലേറെ അവകാശപ്പെടാൻ ഈ നാടിന് സാധിക്കും. 9-ാം നൂറ്റാണ്ടിലെ ഇരിക്കുവയൽ കാലഘട്ടത്തിലെ മഹത്തായ കലാപാരമ്പര്യത്തെയും ശില്പശൈലിയെയും കാണിക്കുന്ന 3 ക്ഷേത്രങ്ങളാണ് ഇവിടുത്തെ പ്രധാന കാഴ്ച. തമിഴ്നാട് ക്ഷേത്ര ചരിത്രത്തിലെ ഏറെ പ്രാധാന്യമുള്ള മൂവർക്കോവിലിനെക്കുറിച്ചും അതിന്റെ ചരിത്രം, ഐതിഹ്യം തുടങ്ങിയ കാര്യങ്ങളിലേക്കുമാണ് ഇന്നത്തെ യാത്ര. തമിഴ്നാട്ടിലെ പുതുക്കോട്ട ജില്ലയിലെ കൊടുമ്പല്ലൂരിലാണ് 9-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ക്ഷേത്ര സമുച്ചമായ മൂവർക്കോവിൽ സ്ഥിതി ചെയ്യുന്നത്. 3 ക്ഷേത്രങ്ങളാണ് ഇവിടെയുള്ളതെങ്കിലും ഇപ്പോൾ 2 എണ്ണം മാത്രമേ കാണുവാനുള്ളൂ. മധ്യഭാഗത്തെയും തെക്ക് ദിശയിലെയും ക്ഷേത്രങ്ങളാണ് ഇപ്പോഴുള്ളത്. വടക്കൻ ശ്രീകോവിൽ സ്തംഭമൊഴികെ പൂർണ്ണമായും ഇല്ലാതായി. ഈ ഒരു ക്ഷേത്രത്തിന്റെ നിർമ്മിതിയുമായി ബന്ധപ്പെട്ട് നിരവധി കഥകളാണ് ഈ ഗ്രാമത്തിൽ നിലനിൽക്കുന്നത്. അതിലൊന്ന് അപ്പാർ, സുന്ദരർ, ബന്ധർ എന്നിവർ ഓരോ ക്ഷേത്രം നിർമ്മിച്ചു എന്നാണ്. മറ്റൊരു ഐതിഹ്യം പറയുന്നത് പ്രാചീന തമിഴകത്തിലെ 3 കിരീടാവകാശികളായ ചേര, ചോള, പാണ്ഡ്യന്മാർ എന്നിവർ ഓരോ ക്ഷേത്രം വീതം പണിതിരുന്നു എന്നാണ്. മറ്റൊരു വിശ്വാസം അനുസരിച്ച് ഹിന്ദു ത്രിത്വങ്ങളായ ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നിവരെ ഓരോന്നിലും പ്രതിഷ്ഠിക്കാൻ ഉദ്ദേശിച്ചാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്നാണ്. അതിനാൽ ഈ ക്ഷേത്രങ്ങളെ മൂവർക്കോവിൽ അഥവാ 3 ക്ഷേത്രങ്ങൾ എന്ന് വിളിക്കാൻ തുടങ്ങി. ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം ഏറ്റെടുത്ത് നടത്തിയത് ഇരിക്കുവേൽ രാജാവായ ബൂട്ടി വിക്രമകേസരിയാണ്. അദ്ദേഹം തനിക്കും തന്റെ 2 രാജ്ഞിമാരായ കരാളി, വരഗുണ എന്നിവർക്കും വേണ്ടി ദേവന്മാരെ പ്രതിഷ്ഠിച്ചു എന്നതാണ് ചരിത്രം. 3 ക്ഷേത്രങ്ങളും ശിവന് സമർപ്പിച്ചിട്ടുള്ളതും ഒന്നിനൊന്ന് വ്യത്യസ്തവുമാണ്. ദക്ഷിണാമൂർത്തി, ഗംഗാധരൻ, വിനാധര, ഹരിഹര, കളരി നടേശൻ, ത്രിപുരങ്കട, ഗജസ്മരമൂർത്തി എന്നിങ്ങനെ വ്യത്യസ്ത ഭാവങ്ങളിൽ ഇവിടെ ശിവനെ കാണാം. വളരെ വ്യത്യസ്തമെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പല ശില്പങ്ങളും രൂപങ്ങളും ഇവിടെയുണ്ട്. ശിവനു പിന്നിൽ ഒരു ലിംഗവുമായി ഉയർന്നു വരുന്ന വളരെ രസകരമായ ഒരു ശില്പം ഈ ക്ഷേത്രത്തിലുണ്ട്. ശിവനെ 4 കൈകളോടെ കാണിക്കുകയും മഹാരാജ ലീലാസന മുദ്രയിൽ ഇരിക്കുകയും ചെയ്യുന്നതാണത്. തന്റെ മുകളിൽ ഇടത് കൈയിൽ ഒരു മാനിനെ ശിവൻ പിടിച്ചിരിക്കുന്നു. മുകളിൽ വലത് കൈ ഒരു ലിംഗത്തിന്റെ മുകളിൽ വെച്ചിരിക്കുന്നു. രണ്ടാമത്തേത് ശിവന്റെ തോളിന് പിന്നിൽ ഉയർന്നു വരുന്നതായിട്ടാണ് കാണുന്നത്. താഴെ ഇടതുകൈ മുട്ടിന്മേലും വലതുകൈ നന്ദിയുടെ മേലും വെച്ചിരിക്കുന്നു. ഇതിന് സമാനമായ രൂപങ്ങൾ എണ്ണത്തിൽ വളരെ വലുതല്ലെങ്കിലും സമാനമായ ശില്പങ്ങൾ ഐഹോളെ, പട്ടടക്കൽ, എല്ലോറ, കാഞ്ചീപുരം എന്നീ ചില സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും.
രാവിലെ 9 മുതൽ വൈകിട്ട് 5:30 വരെയാണ് ഈ ക്ഷേത്രത്തിൽ പ്രവേശനം. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് ക്ഷേത്രം പരിപാലിക്കുന്നതും നിയന്ത്രിക്കുന്നതും. തമിഴ്നാട്ടിലെ പുതുക്കോട്ട ജില്ലയിലെ കൊടുമ്പല്ലൂരിലാണ് മൂവർകോവിൽ സ്ഥിതി ചെയ്യുന്നത്. മണപ്പാറയിൽ നിന്നും വിരളിമലയിൽ നിന്നും പതിവായി ഈ ക്ഷേത്രത്തിലേക്ക് ബസ്സുകൾ ലഭ്യമാണ്. പുതുക്കോട്ടയിൽ നിന്ന് 38 കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം. കാണാതെ പോയ വടക്കൻ ക്ഷേത്രത്തിലെ കാഴ്ചകളാണ് ഇതുവരെ കണ്ടത്. തമിഴ്നാട്ടിലെ പുതുക്കോട്ട ജില്ലയിലെ കൊടുമ്പല്ലൂർ ഗ്രാമത്തിലെ കാഴ്ചകളാണ് ഇന്ന് നാം കണ്ടത്. ചരിത്രങ്ങളും പുരാണങ്ങളും ഐതിഹ്യങ്ങളും എല്ലാം സംഗമിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് തമിഴ്നാടിൻ്റെ മിക്ക ക്ഷേത്രങ്ങളിലും കാണുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. മറ്റൊരു യാത്രാ എപ്പിസോഡുമായി വീണ്ടും കണ്ടുമുട്ടാം.